20 ഡേയ്സ് ഔട്ട് ഫ്രം മൈ ഫസ്റ്റ് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ. ഇന്ന് എണീറ്റ് വന്നപ്പോൾ തൊട്ട് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. എന്തോ ഡൈജഷനൊരു പ്രോബ്ലം പോലെ തോന്നി. മാത്രമല്ല ഫുഡ് കഴിക്കാനും ഭയങ്കര മടി പോലെ തോന്നി. കഴിക്കണമെന്നുണ്ടെങ്കിൽ പോലും കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴേ എന്തെങ്കിലും ഫുഡ് കൊടുക്കണമല്ലോ എന്ന് ഓർത്തപ്പം സാധാരണ ഇങ്ങനെ വരുമ്പം ഞാൻ കുറച്ച് ലാമ്പും കുറച്ച് കാർബുള്ള ഫുഡും കൂടെ ലോഡ് ചെയ്യാണ് പതിവ്. ആ പതിവ് ഇപ്രാവശ്യം തെറ്റിച്ചില്ല. സെയിം പാറ്റേൺ തന്നെ നമ്മൾ വീണ്ടും ഫോളോ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ടയേർഡ് ആയിരുന്നതുകൊണ്ട് ഞാൻ സ്പെഷ്യലി ഇങ്ങനത്തെ കേസുകളിലാണ് പ്രീ വർക്കൗട്ട് എന്തെങ്കിലും സപ്ലിമെന്റ്സ് എടുക്കുന്നത്. അപ്പോൾ കോഫിയും ഉണ്ടായിരുന്നു, പ്രീ വർക്കൗട്ട് സപ്ലിമെന്റും എടുത്തു. അത് കഴിഞ്ഞ് വൺ പീസ് കണ്ടു. കൂമാട സ്റ്റോറി ശരിക്കും സാഡാക്കി. അത് കഴിഞ്ഞിട്ട് ജിം ഷാർക്കിന്റെ ഒരു വെസ്റ്റും അത് കഴിഞ്ഞ് നമ്മുടെ ഹെഡ്ഫോൺസും ഒക്കെ ഇട്ട് നമ്മൾ റെഡിയായി നേരെ ജിമ്മിലോട്ട് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളെ തന്നെ സ്റ്റേജിൽ വിഷ്വലൈസ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഫസ്റ്റ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. ക്ലോസ് ഗ്രിപ്പ് പുൾ ഡൗൺ ആണ് ചെയ്തത്. അതിന്റെ കൂടെ സൂപ്പർ സെറ്റ് ആയിട്ട് ഈ കാണുന്ന വർക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കേബിളിന്റെ സൈഡ് റൈസസും അത് കഴിഞ്ഞ് നമ്മുടെ ലാറ്റ്സ് നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആകുന്ന രീതിയിൽ ഈ ഒരു വർക്കൗട്ടും ചെയ്തു. ഇത് ഞാൻ ഫ്രാങ്ക്സൈൻ്റെ ഡോക്യുമെന്റിൽ കണ്ടതാണ്. അതുപോലെ തന്നെ മിക്ക നമ്മുടെ വർക്കൗട്ട്സും ഞാൻ ഫ്രാങ്ക്സൈൻ്റെയാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഇനിയാണ് നമ്മുടെ ആംസിന് മെയിൻ വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഞാൻ ക്ലോസ് ഗ്രിപ്പ് ബെഞ്ച് പ്രസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡിപ്സിൻ്റെ ഈ മെഷീൻസെ കുറിച്ച് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ സൂപ്പർ സെറ്റായിട്ട് ഈ ഓവർ ഹെഡ് ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ ചെയ്തു. പിന്നെ അടുത്തത് സിംഗിൾ ഹാൻഡ് ആണ് ചെയ്യേണ്ടിയിരുന്നത്. അത് ഡംബിൾ വെച്ചായിരുന്നു. ഡംബിൾ എനിക്കിപ്പം എൽബോയ്ക്ക് പെയിൻ വരുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ കേബിളിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബൈസെപ്സ് തുടങ്ങുകയാണ്. സ്റ്റാൻഡിങ് കോൺസെൻട്രേഷൻ കേബിളിലാണ് ബൈസെപ്സ് തുടങ്ങിയത്. മാക്സിമം ബൈസെപ്സ് ഞാൻ ടെൻഷൻ കിട്ടുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അത് രണ്ട് കൈയും ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഇൻക്ലൈൻ ബെഞ്ചിൽ വന്ന് ചാരി കിടന്നിട്ട് എന്നിട്ട് മാക്സിമം ബൈസെപ്സ് മാത്രം അനങ്ങുന്ന രീതിയിൽ ഒത്തിരി മൊമെൻറ്റം കൊടുക്കാതെ പൊക്കി കൊണ്ടുവരിക. മനസ്സിലൊരു 1 2 3 പെട്ടെന്ന് എണ്ണുക, എന്നിട്ട് പയ്യെ താത്തിക്കൊണ്ടുവരിക. ഇങ്ങനെ ഒരു 15 12 10 അങ്ങനെ 3 സെറ്റ്. ആ ഒരു ടെൻഷനിൽ തന്നെ നമ്മൾ ബൈസെപ്സിന് അത്രയും ടെൻഷൻ നിൽക്കുമ്പോൾ തന്നെ മേളിൽ കയറി ചെന്നിട്ട് ഈ കാണുന്നൊരു മെഷീൻ നമ്മൾ ഡ്രോപ്പ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രാക്കിയാലിസും ഫോറാമും ആക്ടിവേറ്റ് ആകുന്ന രീതിയിൽ റിവേഴ്സ് കേൾസ് ചെയ്തു. റിവേഴ്സ് കേൾസ് കഴിഞ്ഞിട്ട് പമ്പ് നമ്മൾ നോക്കിയപ്പം കൈ നല്ല രീതിയിൽ പമ്പ്ഡായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു വീഡിയോ അവിടെ എടുത്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 2 സെറ്റ് 20 റെപ്പറ്റീഷൻ റിസ്ക് കേൾസ് ചെയ്തു. ഇത് ഫോറാമിനാണ്. നമ്മുടെ ഒബ്ലീക്സ് മുന്നിൽ കാണുന്നതല്ലാണ്ട് കുറച്ച് ബാക്കിലോട്ടും കൂടെ എക്സ്റ്റെൻഡ് ആകുന്നുണ്ട്. ആപ്സിൻ്റെ ഒരു മസിലാണ്. അപ്പോൾ അത് വർക്കാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഇങ്ങനെ ചെയ്യുന്നത്. 20 റെപ്പറ്റീഷനാണ് 3 സെറ്റ്. അത് മാത്രമല്ല ഒത്തിരി ഞാൻ താഴോട്ട് പോകാത്തത് ഹാംസ്ട്രിങ് ഒത്തിരി ആക്ടിവേറ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം പോസിങ് പ്രാക്ടീസ് ചെയ്തു. അതുപോലെ ഫ്രീ സ്റ്റൈൽ പോസിങ് ഉണ്ട്. അപ്പോൾ അതിന് 1 മിനിറ്റത്തേക്ക് വേണ്ടി ഞാൻ എൻ്റെ ഫ്ലോ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷേ ഒരു മ്യൂസിക്കും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കുറച്ച് പോർഷൻസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പോസ്റ്റ് വർക്കൗട്ടായിട്ട് എഗ് വൈറ്റ്സ് ഉണ്ടാക്കി. സപ്ലിമെൻ്റ് ആയിട്ട് ഒരു സ്കൂപ്പ് ക്രിയാറ്റിനും ഒരു സ്കൂപ്പ് ഗ്ലൂട്ടാമിനും എടുത്തു. ഇത് കഴിച്ചിട്ട് നമ്മൾ ഡേ ഫിനിഷ് ചെയ്ത് കിടന്നുറങ്ങി.